ഇക്കഴിഞ്ഞ ദിവസം വഞ്ചൂർ കോടതിയിലെ ഒരു വക്കീലാഫീസിൽ സംഭവിച്ച കാര്യങ്ങൾ തികച്ചും നിന്ദ്യമാണ്. ഒരു ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി സ്വന്തം ഓഫീസിൽ വെച്ച് ഒരു സീനിയർ മർദ്ദിക്കുകയും അതിനുശേഷം ഒളിവിൽ പോവുകയും ചെയ്തിരിക്കുകയാണ്. രാജ്യത്തെ നിയമവ്യവസ്ഥ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള അഭിഭാഷക സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. ഈ സംഭവം മറ്റൊരു പ്രധാന വിഷയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. ഇന്ന് ധാരാളം ലോ കോളേജുകളിൽ നിന്ന്, നേരത്തെ 3 ഗവൺമെന്റ് ലോ കോളേജുകളും അതുപോലെ തന്നെ ഒരു ലോ അക്കാഡമിയും മാത്രമേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് 100 കണക്കിന് സ്വകാര്യ ലോ കോളേജുകളുണ്ട്. ഈ ലോ കോളേജുകളിൽ നിന്ന് വർഷത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നിയമബിരുദം കഴിഞ്ഞ് ഇറങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തെ പഠനത്തിന് ശേഷം നിയമബിരുദം എടുത്തിട്ട് അഭിഭാഷക വൃത്തിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് അതിന് അവസരങ്ങൾ വളരെ കുറവാണ്. മിക്കവാറും വിദ്യാർത്ഥികളെല്ലാം തന്നെ ഏതെങ്കിലും സീനിയർ അഭിഭാഷകരുടെ ഓഫീസുകളിൽ ഒരു പ്രതിഫലവും ലഭിക്കാതെ അനേക വർഷങ്ങൾ ജോലി ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടുകാരുടെ സഹായം മൂലമായിരിക്കും അവർ ജീവിക്കുന്നത്. ഒരു പ്രതിഫലവും ഇല്ലാതെയാണ് അവർ ജോലി ചെയ്യേണ്ടി വരുന്നത്. ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഗുമസ്തന്മാരുടെ വില പോലും ഈ പാവപ്പെട്ട ജൂനിയർ അഭിഭാഷകരില്ല. ഇക്കാര്യത്തിൽ ബാർ കൗൺസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഒരു ശ്രദ്ധയും നൽകുന്നില്ല. ജൂനിയർ അഭിഭാഷകർക്ക് ഒരു 2-3 വർഷമെങ്കിലും അവർക്ക് സ്കോളർഷിപ്പ് നൽകേണ്ടത് അത്യാവശ്യമാണ്. ആ തുക അഡ്വക്കേറ്റ്സ് വെൽഫെയർ ഫണ്ടിൽ നിന്ന് കണ്ടെത്താനും സാധിക്കും എന്നാണ് യാഥാർത്ഥ്യം. അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ടിലെ തുകയിൽ ഇത്തരത്തിലുള്ള ഒരു ഫീസ് കൂടി ഈടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തുക ഈ ജൂനിയർ വക്കീലന്മാർക്ക് നൽകാൻ സാധിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കാനും അവർക്ക് അന്തസ്സോടുകൂടി ജോലി ചെയ്യുവാനും സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ജൂനിയർ അഭിഭാഷകർ ഒരു വക്കീൽ ഓഫീസ് കണ്ടെത്തുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസമേറിയ കാര്യമാണ്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ അവർക്ക് പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ അല്പകാലം പ്രാക്ടീസ് ചെയ്തതിനു ശേഷം അവർ മറ്റേതെങ്കിലും ജോലിയിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇത്തരത്തിൽ വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അത് അവരുടെ ജോലിയെയും അതുപോലെ ആ ജോലിയുടെ ക്വാളിറ്റിയും വളരെയധികം ബാധിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ജൂനിയർ അഭിഭാഷകരുടെ ഇന്നത്തെ അവസ്ഥ. ആ അവസ്ഥയുടെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വഞ്ചൂർ കോടതിയിൽ കണ്ടത്. ജനങ്ങൾക്ക് ഇന്ന് ആശ്രയവും അഭയവുമായി തീരുന്നത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയാണ്. അത് നമ്മൾ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ഗവർണർമാരുടെ അധികാരം നിയന്ത്രിക്കുന്നതിൽ പോലും കോടതികളാണ് ശക്തമായി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലും നിയമവ്യവസ്ഥയിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുവാനാണ് സാധ്യതയുള്ളത്. മറ്റൊരു വിഷയം, തൊഴിൽ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിൽ നിയമങ്ങളും ബാധകമല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ വക്കീൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ജൂനിയർ അഭിഭാഷകർക്ക് യാതൊരു തരത്തിലുള്ള വരുമാനവും ഇല്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ വളരെ പ്രയാസമേറിയ തൊഴിൽ സാഹചര്യങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് ഈ കുട്ടികൾക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ
ആ ജീവിത സാഹചര്യങ്ങളെ തീർച്ചയായും മെച്ചപ്പെടുത്തും.